Everyone can read the word. എല്ലാവർക്കും ദൈവത്തിന്റെ വചനം വായിക്കാം. But they cannot find the treasure in it. എന്നാൽ അതിലെ ദൈവവചനത്തിന്റെ നിധി എല്ലാവർക്കും പിടികിട്ടില്ല. Jesus said, യേശു പറഞ്ഞു, the kingdom of God is like a treasure. ദൈവരാജ്യം എന്ന് പറയുന്നത് അത് ഒളിച്ചു വെച്ച ഒരു നിധിയോട് സദൃശ്യമാണ്. It is hidden. അത് ഒളിച്ചു വെക്കപ്പെട്ടതാണ്. Many walked over it. അതിന്റെ പുറത്തൂടെ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. But one understood there is treasure in it. എന്നാൽ ഒരു വ്യക്തിക്ക് മനസ്സിലായി ഈ നടന്നു പോകുന്നതിന്റെ അതിൽ ഒരു നിധിയുണ്ട്. He sold everything happily. അവൻ സന്തോഷത്തോടെ തനിക്കുള്ളത് മുഴുവൻ വിട്ട് bought this land. ഈ സ്ഥലം വാങ്ങിച്ചു. That is what you and me do. അതാണ് നിങ്ങളും ഞാനും ചെയ്യുന്നത്. We forsake everything. നമ്മളും എല്ലാം സകലതും വിട്ടു. And hold on to Christ Jesus. ക്രിസ്തുവിനെ മുറുകെ പിടിച്ചു. Hallelujah. Hallelujah. Because we understood. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. Nothing in the world can satisfy. Nothing in the world can help us except Jesus the Christ our Lord. നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശുവിനല്ലാതെ ഈ ലോകത്തിലെ മറ്റൊന്നിനും നമ്മളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയില്ല, മറ്റൊന്നിനും നമ്മളെ സന്തോഷിപ്പിക്കുവാൻ കഴിയില്ലെന്ന് നമുക്ക് മനസ്സിലായി. You left everything and brought the treasure. നിങ്ങൾ സകലതും വിട്ട് ആ നിധിയുള്ള നിലം വാങ്ങി. You have the treasure in you today. ഇന്ന് പകൽ ആ നിധി നിന്റെ അകത്തുണ്ട്. That is the kingdom of God. അതത്രേ ദൈവത്തിന്റെ രാജ്യം.